ആറന്മുള വിമാനത്താവളം വേണമെന്ന് പറഞ്ഞവർ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്നും പാഠം പഠിക്കണമെന്ന് കുമ്മനം രാജശേഖരൻ. വിമാനത്താവളത്തിനു വേണ്ടി ആറന്മുളയിലെ പാടങ്ങൾ നികത്തിയിരുന്നുവെങ്കിൽ ഇന്ന് റാന്നി ഉണ്ടാകുമായിരുന്നില്ല. മുഖ്യമന്ത്രി ആറന്മുളയിൽ എത്തിയിട്ട് എന്തുകൊണ്ട് വിമാനത്താവളത്തെപ്പറ്റി സംസാരിച്ചില്ലെന്നും പാരിസ്ഥിതിക ദുരന്തം കേരളത്തിൽ ക്ഷണിച്ചു വരുത്തുകയാണെന്നും ആറന്മുള വിമാനത്താവളത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയ കുമ്മനം കുറ്റപ്പെടുത്തി. ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആറന്മുളയുടെ പൈതൃകത്തിനും പരിസ്ഥിതിക്കും വേണ്ടി എപ്പോഴും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് മുന്നിൽ നിന്നുകൊണ്ട് നയിച്ച ശ്രീ കുമ്മനം രാജേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ ആറന്മുളയിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തന കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ ക്യാമ്പുകളും ഒക്കെ സന്ദർശിക്കുന്ന വേളയിൽ കൂടിയിട്ടാണ്. എന്തായാലും ഏറെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് രാജേട്ട. അതായത് അങ്ങ് മുന്നോട്ട് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും അതൊക്കെ ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചൊരു അനുഭവ കാലഘട്ടം കൂടിയിട്ടാണ് ഈ സമയം. പുഴയുടെ തീരങ്ങളിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന, പ്രകൃതി നമുക്ക് വരദാനമായി അല്ലെ വരപ്രസാദമായി തന്നിരിക്കുന്ന നീർത്തടങ്ങളുണ്ട്. എല്ലാ പുഴയുടെ തീരത്തുമുണ്ട്. കാരണം ആ പുഴയിലെ വെള്ളം പൊങ്ങുന്ന സന്ദർഭത്തിൽ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വിന്യസിക്കാൻ വേണ്ടിയിട്ടാണ്, ഒഴുകിപ്പോയി ജലനിരപ്പ് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ്, നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ മനുഷ്യരുടെ ഈ ആക്രാന്തമുണ്ടല്ലോ, എങ്ങനെയും ലാഭമുണ്ടാക്കണം, ജീവിക്കണം എന്നുള്ള മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യം വർദ്ധിച്ച് ഈ കൈവഴികളെല്ലാം മണ്ണിട്ട് നികത്തുകയാണ്. റാന്നി പ്രദേശത്തുകൂടി ഞങ്ങൾ യാത്ര ചെയ്തു. അവിടെ 7-8 കൈവഴികളുണ്ടായിരുന്നു. വലിയ തോടെന്നാണ് ഇതിൻ്റെ പേര് തന്നെ വലിയ തോടെന്നാണ്. ഇന്ന് ചെറിയ തോടെന്ന് പോലും പറയാൻ വയ്യാത്ത വിധത്തിൽ അതിൻ്റെ പ്രദേശം മുഴുവൻ മണ്ണിട്ട് നികത്തി, ഇപ്പോഴും മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു മുൻ MLA-യുടെ വീടിൻ്റെ അടുത്തുകൂടി തന്നെ ഞങ്ങൾ ഒരു ബൈപ്പാസ് കൂടി പോയപ്പോൾ മണ്ണിട്ട് നികത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുഴയുടെ സമീപ പ്രദേശത്തുള്ള ചതുപ്പ് നിലങ്ങൾ, അവിടെയൊക്കെ വെള്ളം വന്ന് നിൽക്കേണ്ട സ്ഥലങ്ങളാണ്. പമ്പയാറ്റിലെ വെള്ളം ഇറങ്ങി അത് വിന്യസിച്ച് നിലനിർത്തി ജലനിരപ്പിനെ താഴേക്ക് കൊണ്ടുവരേണ്ടത് ഈ പറയുന്ന നീർത്തടങ്ങളാണ്. അതുകൊണ്ടാണ് അതിനെ ഫ്ലഡ് പ്ലെയിൻ ഏരിയ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ്, അതെല്ലാം നികത്തി പാരിസ്ഥിതിക വിനാശം വരുത്തിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാക്കുന്ന വിധത്തിലാണ് ഈ കയ്യേറ്റങ്ങൾ. സ്വാർത്ഥതയാണ്, കച്ചവട താല്പര്യമാണ്, ലാഭക്കൊള്ളയാണ് അവരുടെ ലക്ഷ്യം മുഴുവൻ. പക്ഷേ മനുഷ്യന് ജീവിക്കണ്ടേ, ഭാവി തലമുറയ്ക്ക് ജീവിക്കണ്ടേ? അവരെങ്ങനെ ജീവിക്കും? അവരൊക്കെ ഇവിടെ നാട് വിട്ട് പോകേണ്ടി വരില്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ഗൗരവപൂർവ്വം ചിന്തിക്കണം. ഇനിയിപ്പോൾ വിമാനത്താവളത്തെക്കുറിച്ചാണ് MLA MP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ MLA MPയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്ക് മനുഷ്യത്വമില്ലേ? നിങ്ങൾക്ക് ഈ നാട്ടിൽ ജനങ്ങളുടെ കണ്ണുനീർ കാണാൻ സാധിക്കുന്നില്ലേ? ഈ വിശാലമായ പാടശേഖരം മുഴുവൻ മണ്ണിട്ട് നികത്തിയിരുന്നുവെങ്കിൽ 2018 വെള്ളപ്പൊക്കം പാഠം പഠിച്ചില്ല. അതിനുശേഷം ഇപ്പോഴും അവർ ഈ 10 വർഷത്തിന് ശേഷം ഇവിടുത്തെ MLA MP ഇപ്പോഴും പറയുന്നത് ആറന്മുളയിൽ വിമാനത്താവളം പണിയണമെന്നാണ്. അവർക്ക് മനസ്സിലാകുന്നില്ല. ഈ ഒരു അനുഭവത്തിൽ നിന്നെങ്കിൽ പാഠം പഠിച്ചുകൂടെ? അവിടെ ഇത് പണിതിരുന്നുവെങ്കിൽ, ഇവിടെ മണ്ണിട്ട് നികത്തിയിരുന്നുവെങ്കിൽ റാന്നി എന്ന് പറയുന്ന ആ പ്രദേശം ഉണ്ടാകുമായിരുന്നു. അത് മുഴുവൻ ഒലിച്ചു പോകില്ലായിരുന്നു. കാരണം ഇതൊരു ബോട്ടിൽ നെക്കാണ്. ഓരോ സ്ഥലത്തും ഈ ഉണ്ടാകുന്നത് ഈ കുപ്പിക്കഴുത്തെന്നാണ് ഇതിന് പറയുന്നത്. ബോട്ടിൽ നെക്കുകളാണ് ഉണ്ടാകുകയാണ്. ഈ പാടശേഖരം എല്ലാം നികത്തുന്നതിലൂടെ സംഭവിക്കുന്നത് പുഴയുടെ വീതി കുറഞ്ഞ് പുഴയ്ക്കിൽ കൂടി വെള്ളം ഒഴുകിപ്പോകാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അത് നിന്ന് പൊങ്ങും. അതൊരു സാമാന്യ തത്വമില്ല. അതാണിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. ഈ റാന്നിയിൽ ഇത്രയും വലിയ വിനാശം ഉണ്ടായതിൻ്റെ കാരണം ഇതാണ്. ഒന്നാമത് റോഡിൻ്റെ പൊക്കമെല്ലാം കൂടിക്കഴിഞ്ഞപ്പോൾ വീടുകളെല്ലാം താഴെയായി. ആ വെള്ളം ഒഴുകിപ്പോകാൻ നിവൃത്തിയില്ല. റോഡുകൾ അശാസ്ത്രീയമായിട്ടാണ് പണിതിരിക്കുന്നത്. കാരണം ഇടയ്ക്കൂടി വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യങ്ങൾ ഒരിടത്തുമില്ല. ഓരോ കടകളിലൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോഴും വെള്ളം അതിൻ്റെ അകത്ത് കെട്ടിക്കിടക്കുകയാണ്, ഒഴുകിപ്പോകുന്നില്ല. അവർക്ക് വേണം ഇത് കോരി ഉറവ് വരികയാണ്. ഓരോ കടകളിലേക്കും ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ദുരിതം ചോദിച്ചു വാങ്ങിയതാണ്. വാസ്തവത്തിൽ ഇത് ഉണ്ടാകുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇത് സംഭവിക്കും. എൻ്റെ അഭിപ്രായത്തിൽ റെഡ് അലേർട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി എപ്പോഴാണോ നിന്ന് 5 മണിക്കൂർ അടുപ്പിച്ച് മഴ പെയ്താൽ, 5 മണിക്കൂർ, പണ്ടൊക്കെ ഒരാഴ്ച പെയ്യണമായിരുന്നു, ഇപ്പോൾ 5 മണിക്കൂർ അടുപ്പിച്ച് മഴ പെയ്താൽ ഈ പമ്പയാറ്റിലെയും അതുപോലെ മറ്റ് നദികൾ, പെരിയാറായിരുന്നാലും ഭാരതപ്പുഴയായിരുന്നാലും വെള്ളം വളരെ പെട്ടെന്ന് പൊങ്ങും. അതിൻ്റെ കാരണം പുഴയുടെ പൊക്കം പൊങ്ങി വന്നു. രണ്ടാമത് ഒഴുകിപ്പോകാൻ നിവൃത്തിയില്ല. മൂന്നാമത് കയ്യേറ്റങ്ങളാണ്. നാലാമത് കൈവഴികളില്ല, ഫ്ലഡ് പ്ലെയിൻ ഏരിയകളില്ല. അതുകൊണ്ട് നിന്നിടത്ത് നിന്ന് വെള്ളം പൊങ്ങുകയാണ്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഒഴുകി പുഴയിലേക്കാണ് വരുന്നത്. പുഴയിൽ നിന്ന് പൊങ്ങുകയാണ്. പുഴയ്ക്ക് ഇത് താങ്ങാനുള്ള ശേഷിയില്ലാത്ത അവസ്ഥയാണ്.
അപ്പോൾ അതുകൊണ്ട് ഇതൊരു പാരിസ്ഥിതിക ദുരന്തം നമ്മുടെ കേരളത്തിൽ ക്ഷണിച്ചു വരുത്തുകയാണ്. ഇത് കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാരുകൾ ഉണ്ടാക്കി വെച്ച വിനയാണ്. ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണ്. ഇനിയും പാഠം പഠിക്കുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ എന്ത് പറയാനാണ്? ഇതുപോലെ തന്നെയാണ് പൊഴി. കരിമണലിനെ സ്നേഹിക്കുകയാണ്. കരിമണലിനെ സ്നേഹിക്കുന്ന കാരണം പൊഴി തുറന്നു വിടുകയില്ല. തോട്ടപ്പള്ളിയിലെ പൊഴി അത് തുറന്നു വിട്ടിരുന്നെങ്കിൽ ജൂൺ മാസം തുടങ്ങുന്നതിന്, കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് പൊഴി മുഴുവൻ തുറന്നു വിടണം. അപ്പോൾ കുട്ടനാട്ടിലെ വെള്ളം മുഴുവൻ ഒഴുകിപ്പോക്കോളും. അങ്ങനെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഉള്ളതാണ്. നിലവിൽ അത് സംബന്ധിച്ചുള്ള ഉത്തരവുകൾ, ഗവൺമെൻറ് ഓർഡറുകൾ ഉള്ളതാണ്. എന്തുകൊണ്ട് തുറന്നില്ല? ഈ ദുരിതമൊക്കെ ഉണ്ടാകും. കാരണം അവിടെ അത് തുറന്നു വിട്ടിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് ഈ വെള്ളം മുഴുവൻ ഒഴുകി അങ്ങ് പോയാൽ. അത് ചെയ്തില്ല. സ്പിൽവേ ഷട്ടറുകൾ വേണ്ട വിധത്തിൽ തുറക്കുന്നില്ല. കുട്ടനാട് മുഴുവൻ തന്നെ പലവിധ ബണ്ടുകളും റോഡുകളും ഒക്കെ വീടുകളുമൊക്കെ പണിത് വെച്ചിരിക്കുന്നതും കയ്യേറ്റത്തിലൂടെയാണ്. പലയിടത്തും കയ്യേറ്റം നടത്തിയിരിക്കുകയാണ്. ഇതൊക്കെ മുമ്പ് വെള്ളത്തിന് ഒഴുകിപ്പോകാൻ നിവൃത്തിയില്ല. അപ്പം വെള്ളത്തിന് ഒഴുകിപ്പോകാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ നിന്ന് പൊങ്ങും. അത് സ്വാഭാവികമല്ലേ? അപ്പം മഴവെള്ളം മുഴുവൻ എങ്ങോട്ടേക്ക് ഒഴുകിപ്പോകാനാണ്? അപ്പം നിന്ന് പൊങ്ങുമ്പോൾ ഈ കരയുടെ പരിസര പ്രദേശത്ത് കിടക്കുന്നവർക്കൊന്നും സ്വൈര്യമായിട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ. അവർക്ക് നാട് വിട്ട് പോകേണ്ടി വരുന്ന സ്ഥിതിയാണ്. ഈ പച്ചയായ യാഥാർത്ഥ്യത്തോട് എന്തുകൊണ്ട് ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യുന്നില്ല, അഭിസംബോധന ചെയ്യുന്നില്ല? മുഖ്യമന്ത്രി ഇന്നലെയും ഇന്നുമൊക്കെ ഇവിടെ വന്നല്ലോ. എന്തുകൊണ്ട് ഈ അടിസ്ഥാന പ്രശ്നത്തെക്കുറിച്ച്, ഈ പച്ചയായ യാഥാർത്ഥ്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് മൗനം പാലിക്കും? എന്തുകൊണ്ട് ഉത്തരം പറയുന്നില്ല? അദ്ദേഹം ഇവിടെ ആറന്മുളയിൽ വന്നപ്പോൾ ആറന്മുള വിമാനത്താവളത്തെപ്പറ്റി എന്തുകൊണ്ട് പറഞ്ഞില്ല? അദ്ദേഹം പറയണ്ടേ? ആറന്മുളയിൽ അദ്ദേഹം വന്നത്. അപ്പോൾ അത് കാരണം അതൊരു ഇവിടുത്തെ ഒരു വലിയ ജീവൽ പ്രശ്നമാണ്. ജനങ്ങളെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതേക്കുറിച്ച് എന്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നില്ല? അപ്പോൾ ഇവരെല്ലാവരും കണ്ണടച്ചിരുട്ടാക്കുകയാണ്. അവരെല്ലാവരും ജീവൽ പ്രശ്നങ്ങൾ, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ജീവൽ പ്രശ്നങ്ങളുടെ മേൽ അവർ കണ്ണടയ്ക്കുന്നു, അതിനെയെല്ലാം തമസ്കരിക്കുന്നു. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇവിടുത്തെ ജനങ്ങൾ അതിജീവനത്തിന് വേണ്ടിയിട്ടാണ് ഇനി പോരാടേണ്ടി വരുന്നത്. വളരെ നന്ദി രാജേട്ടാ. എന്തായാലും അത് തന്നെയാണ് അദ്ദേഹം കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് ആറന്മുളയിൽ വിമാനത്താവളത്തിന് വേണ്ടി ഇപ്പോഴും വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കുമ്മനം രാജേട്ടൻ വ്യക്തമാക്കിയിരിക്കുന്നത്.